വടക്കേക്കാട് നായരങ്ങാടിയിലെ ജ്വല്ലറിയിൽ വൻ കവർച്ച നടത്താനുള്ള ശ്രമം പോലീസ് തകർത്തു. സെക്യൂരിറ്റി അലാം മുടങ്ങിയതോടെ കവർച്ച പാതി വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട പ്രതികളെ വെറും 3 ദിവസത്തിനകം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയാണ് തൃശൂർ സിറ്റി പോലീസ്. കേസിലെ മുഖ്യപ്രതി നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈലാണ്. വടക്കേക്കാട് നായരങ്ങാടിയിലെ പാലത്തിങ്കൽ ജ്വല്ലേഴ്സിന്റെ പിൻഭാഗത്തെ ചുവർ തുരന്ന് അകത്ത് കയറി മോഷണം നടത്താനായിരുന്നു പ്രതികളുടെ പദ്ധതി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. ചുവരിൽ മാൻഹോൾ നിർമ്മിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സെക്യൂരിറ്റി അലാം പ്രവർത്തിച്ചത്. അലാം ശബ്ദം മുഴങ്ങിയതോടെ പ്രതികൾ മോഷണ ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നഗരത്തിലെ വ്യാപാരികളിൽ വലിയ ആശങ്കയ്ക്കും ഭീതിക്കും ഇടയാക്കിയിരുന്നു. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിൽ സാഗോക് ടീമും വടക്കേക്കാട് പോലീസും ചേർന്ന് അന്വേഷണവും ആരംഭിച്ചു. അന്വേഷണത്തിനിടെ ജ്വല്ലറി തകർക്കാനായി ഉപയോഗിക്കാനെത്തിച്ച ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, കമ്പിപ്പാര ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. കേസിൽ ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയായ വെളിയങ്കോട് താമസക്കാരൻ ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈലിനെയും പാലപ്പെട്ടി സ്വദേശിയായ നൌഷാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ജ്വല്ലറിയുടെ ലോക്കർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കാനായിരുന്നു പ്രതികളുടെ പദ്ധതി. ഇതിനായി ആവശ്യമായ ഗ്യാസ് സിലിണ്ടറുകളും മറ്റു ഉപകരണങ്ങളും 2 ദിവസം മുൻപേ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ശേഖരിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചിരുന്നു. ശേഷം ആരുടെയും സംശയം തോന്നാതിരിക്കാൻ ഇരുചക്ര വാഹനത്തിലാണ് പ്രതികൾ മോഷണത്തിന് എത്തിയത്. ഈ കേസിന്റെ മുഖ്യ ആസൂത്രകനായ ഓട്ടോ സുഹൈൽ കേരളത്തിനകത്തും പുറത്തുമായി 50ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ്. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 500 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. 3 മാസം മുമ്പ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴുമല്ലൂർ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണാഭരണ മോഷണ കേസിലും ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. സെക്യൂരിറ്റി അലാം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ജില്ലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി കവർച്ചകളിലൊന്നായി ഈ സംഭവം മാറുമായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു.